ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന്, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് പഠിക്കാനും പറ്റുന്നതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് പരിഹാരമായി വളരെ സന്തോഷകരമായി മുന്നോട്ട് വരാനുള്ളത് ഹബീബിന്റെ വാക്കിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വാക്കുകൾ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുക, വലിയ സന്തോഷമാണ് ഉണ്ടാക്കുക, വലിയ അത്ഭുതം, വലിയ ആനന്ദമാണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരുന്നത്. ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്ന, മിന്നൽ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന ആ ചില ദിവസങ്ങളിൽ ചില അദ്കാറുകൾ നമ്മൾ ചൊല്ലുമ്പോ ജീവിതത്തിൽ അതൊരുപാട് മാറ്റങ്ങളെ അള്ളാഹു നമുക്ക് കൊണ്ടുതരും. അതിൽ വേറെ ഒരു ദിക്റൊന്നുമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ അസ്മാഉൽ ഹുസ്ന. നമ്മളെല്ലാ ദിവസവും നമ്മളിവിടെ ചൊല്ലുന്ന ആ ദിക്ർ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും കണ്ണീരുകളൊക്കെ ഉള്ള സമയത്ത് ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ എല്ലാ ദിവസവും ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ ഇസ്മ കൊണ്ട് അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. എല്ലാ ദിവസവും നന്നായിട്ട് കഴിക്കുന്നുണ്ട്, അത് ഓരോ ദിവസം അടിച്ച് പിന്നി തൂഫാനാക്കാം അല്ലെ. എന്നാൽ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും നല്ല ഇസ്മാണ് യാ റഹ്മാൻ എന്ന പോരിശയേറിയ പവിത്രമാക്കപ്പെട്ട ദിക്റുകൾ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ ദുനിയാവിന്റെ പുറത്തുള്ളവരോട് നിങ്ങളോട് കരുണ തോന്നുകയാണ്, നിങ്ങളോട് അവർക്ക് വല്ലാത്ത ഇഷ്ടവും അടുപ്പവും തോന്നുകയാണ്. കാരണം കാരുണ്യക്കടലായ തമ്പുരാനിലേക്ക് ഇങ്ങനെ വിളിക്കുന്നു, യാ റഹ്മാൻ, കരുണ ചെയ്യുന്നവൻ അല്ലാഹുവേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തുള്ള മനുഷ്യന്മാരോട് നിങ്ങളോടുള്ള ലുത്ഫത്ത് കൊടുക്കുമ്പോ, ലുത്ഫത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള മയമിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം നടന്നാലും, എത്രത്തോളം ദിക്ർ ചൊല്ലിയാലും, എത്ര ഖുർആൻ ഓതിയാലും, എത്ര നിസ്കരിച്ചാലും, എത്ര സദഖ ചെയ്താലും, എന്റെ പ്രിയമുള്ള മുഅ്മിനേ, നിങ്ങൾ അതുപോലെ യാ റഹ്മാൻ ഒരു ദിവസവും മുടങ്ങാതെ ഒരല്പമെങ്കിലും ചൊല്ലാൻ കഴിഞ്ഞാ അത് ജീവിതത്തിൽ വലിയ പ്രകാശമാ. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ പ്രകാശമാ, നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ അത് വല്ലാത്ത പ്രകാശമാ. വലിയ പ്രകാശവും വലിയ സന്തോഷവും അല്ലാഹു നമുക്ക് തരും. അതിനുള്ള സൗഭാഗ്യങ്ങളും അതിനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് തരും. അതിനെന്ത് വേണം? അല്ലാഹുവിലേക്ക് നീറുന്ന മനസ്സോടെ ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. പെങ്ങളെ, യാ റഹ്മാൻ, എപ്പോഴൊക്കെയാണ് നമ്മളിത് ചൊല്ലാനുള്ളത്? നേരം വെളുത്ത് എഴുന്നേക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് അത് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്നൊരു സമയത്ത് പോലും നമ്മൾ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടുവന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്കിങ്ങനെ ചൊരിക്കുകയാണ്. വേറൊന്നും വേണ്ട. എല്ലാവർക്കും നമ്മളോട് സ്നേഹം തോന്നും, എല്ലാവർക്കും നമ്മളോട് കരുണ തോന്നും, എല്ലാവർക്കും നമ്മളോട് കരുണ തോന്നും. അതിനെന്ത് വേണമെന്നറിയുമോ? യാ റഹ്മാൻ, യാ റഹ്മാൻ എന്നുള്ള ദിക്ർ നമ്മൾ എപ്പോഴെല്ലാം നമ്മൾ പതിവാക്കുന്നു, ഏതെല്ലാം സെക്കൻഡുകൾ നമ്മൾ ഓതിക്കൊണ്ടുവരുന്നു, എപ്പോഴെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവിടെയെല്ലാമാണ് നമുക്ക് വിജയം കിട്ടുന്നത്, അവിടെയെല്ലാമാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, അവിടെയെല്ലാമാണ് സ്വർഗത്തിന്റെ ആനുകൂല്യം കിട്ടുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം റഹ്മാൻ എന്നുള്ള ദിക്ർ ചൊല്ലണം. ഇനി ഏതെന്നറിയുമോ?
മനുഷ്യന്മാരെ നമുക്ക് അല്ലാഹു തരാനുള്ള ഏറ്റവും നല്ല സൗഭാഗ്യം, എല്ലാ ബുധനാഴ്ച ദിവസവും നിങ്ങൾ ചൊല്ലണം യാ ലത്തീഫു യാ അല്ലാഹ്. യാ ലത്തീഫ് എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലിപ്പോയാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ ഒരുപാട് പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും. അത് കിട്ടുമ്പോഴാണ് നിങ്ങൾക്കതിന്റെ സന്തോഷം വരുന്നത്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുമായിരുന്നല്ലോ. ആരായി പറയുന്നത്? ആരാണ് പറയുന്നത്? മദീനയുടെ മുത്ത് റസൂലാണ്. എത്ര പറഞ്ഞാലും മതി വരില്ലല്ലോ, എത്ര കേട്ടാലും മതി വരില്ലല്ലോ, എത്ര പാടിയാലും മതി വരില്ലല്ലോ, എത്ര പറഞ്ഞാലും മതി വരില്ലല്ലോ. ഒന്ന് കാണാനൊന്ന് കിനാവില് കാണാ കാത്തുകിടക്കുന്ന ഒരേ ഒരു നേതാവ്, ഖൽബിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പവിഴ ചുണ്ടുകളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യമുത്തുകള് ജീവിതത്തിൽ വിജയിക്കാനുള്ളതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാനുള്ളതാ. അത് പാഴാക്കല്ലേ. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു യാ ലത്തീഫു യാ അല്ലാഹ്. അള്ളാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടി നിങ്ങൾ അത് ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കും. അത് നിങ്ങൾ ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഈമാനിന്റെ മാധുര്യം കിട്ടുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്. അവിടെയാണ് സ്വർഗത്തിന്റെ എല്ലാ പ്രകാശവും ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും യാ ലത്തീഫു യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്ർ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നോ. അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം ഏതാ? വ്യാഴാഴ്ച ദിവസം യാ ഖാബിലു യാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയിലെ മർമ്മപ്രധാനമായ ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ നിങ്ങൾ അങ്ങ് നിറഞ്ഞ മനസ്സോടെ ചൊല്ലിക്കൊണ്ട് കടന്നു വരുമ്പോ ഏത് ആഗ്രഹമാണ് ഖൽബിൽ വെച്ചുകൊണ്ട് വരുന്നത്? അല്ലാഹ് പറയുന്നു, കണ്ടോ എന്റെ അടിമ എനിക്ക് വേണ്ടി ചൊല്ലിയതാ, അതുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ദിക്ർ എന്റെ ഇസ്മ അവൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് അവന്റെ ജീവിതത്തില് ഏറ്റവും നല്ല മാറ്റം കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് പറയാണ്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിൽ എത്തിച്ചു കൊടുത്ത് ഇതേ സമയത്ത്, നാളത്തെ ഇതേ സമയത്ത് നമ്മുടെ മജ്ലിസിൽ അവരെ സംഗമിപ്പിക്കാൻ പഠിക്കാനും അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.